ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ഈ സ്യൂട്ട് ഉണ്ടല്ലോ, നിന്റെ ഈ സ്യൂട്ടിന് ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നേ. അതുകൊണ്ട് ഇത് വിളിച്ച് കരഞ്ഞോണ്ടേയിരിക്കും. ചില സാധനങ്ങൾ എന്റെ ദേഹത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ശരിയല്ല ഞാൻ പറഞ്ഞത്? പക്ഷെ എനിക്ക് മനസ്സിലായത് നീ തന്നെയാണ് ആ വെയിറ്ററെ എന്റെ ദേഹത്ത് സോസ് ഒഴിക്കാൻ പറഞ്ഞു വിട്ടത്. യെസ് കിരൺ, ആന്റി വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്തയാ. മോനെ ഇങ്ങനെയാണോ തമാശ പറയുന്നേ? പൃഥ്വി നമ്മുടെ ഗസ്റ്റ് ആണ്. പൃഥ്വി, നിനക്ക് വാഷ്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ റൂമിലേക്ക് പോയിക്കോളൂ. ഷുവർ, താങ്ക് യു ആന്റി. ആന്റി ഞാൻ പറയുന്ന കേക്ക്. ആന്റിയുടെ റൂം എന്തിനാ ഇവൻ യൂസ് ചെയ്യുന്നത്? ഐ മീൻ അവിടെ ഒരുപാട് ഗിഫ്റ്റും ജ്വല്ലറി ഒക്കെ ഇല്ലേ? അതിൽ നിന്നെങ്ങാനും ഇവനെന്തെങ്കിലും ഇഷ്ടപ്പെട്ട് മോഷ്ടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും? ഒരു തവണ പറഞ്ഞത് ഓക്കെ, പക്ഷെ രണ്ടാമതൊരു തവണ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ടി വന്നാൽ പിന്നെ 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 എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യുന്നു പറയ. എന്നെ നീ എന്ത് ചെയ്യും? ഓ, ഈ കുട്ടിയും കോലും കളിക്കുന്നവൻ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ റിയാക്ട് ചെയ്താലും തർക്കിച്ചാലും അവനെ അടിച്ചാലും എന്റെ കല്യാണത്തിന് അതൊരു പ്രോബ്ലമായി മാറും. ആർക്കറിയാം, ഞാനിപ്പോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ കല്യാണം പോസ്റ്റ്പോൺ ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? നോ വേസ്. എനിക്ക് കൂടുതൽ ഡിലേ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യില്ല. ഏയ്, ഞാൻ തമാശ പറഞ്ഞാണ്. അതുപോലെ നീ എന്നോട് ഇങ്ങനെ തമാശ പറയാറുണ്ടല്ലോ. കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ കുറച്ച് തമാശയും ദ്രോഹങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്താ രസം? അത് തന്നെയാണ് ഞാനും ചെയ്തത്. എനിവേസ് ആന്റി ടെൻഷൻ അടിക്കണ്ട. ഞാനിവിടുത്തെ ഗസ്റ്റ് റൂമിലെ വാഷ്റൂം യൂസ് ചെയ്തോളാം. ആൻഡ് ഐ ഹോപ്പ് അവിടെ വിലപിടിപ്പുള്ള ഒന്നും കാണില്ല. എക്സ്ക്യൂസ് മീ. കിരൺ, ഇതെന്താ ഇങ്ങനൊക്കെ? ഇതൊക്കെ തമാശ ആന്റി. എന്ത് തമാശ? ആന്റി എന്താന്ന് വെച്ചാ പ്രീതയ്ക്ക് പൃഥ്വി ഒന്ന് തനിച്ച് കിട്ടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തയാ. വാട്ട്? ഹൗ ഡെയർ ഷീ? അവളുടെ ലവ് മീറ്റിംഗ് നമ്പ്യാർ ഫാമിലിയിൽ വെച്ച് നടത്താനാണോ പ്ലാൻ? എന്നിട്ട് നീ അവരെ സഹായിക്കാൻ നടക്കുകയാണോ? ഹേയ് കം ഓൺ ചിൽ ആന്റി. യുനോ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാണെന്നേ. പിന്നെ എനിക്കറിയാം ആന്റിയും ആന്റിയുടെ പ്രായത്തില് ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്ത് കാണുക. റിലാക്സ്, ഐ വിൽ സീ യു ലേറ്റർ. ഈ പ്രീത എന്തിനാ പുന്ന ബേബി ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞത്? ഇനി സത്യത്തിൽ അവൾക്ക് എന്റെ ബേബിയോട് എന്തെങ്കിലും? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി പ്രീതയുടെ പൃഥ്വിയുടെ മേലൊരു കണ്ണു വെക്കും. ആദ്യം മാനസിയായിരുന്നു, ഇനി പ്രീതയെ കൂടെ ഞാൻ ഒതുക്കേണ്ടി വരുമോ? ഓ ഗോഡ്, ഇവൻ ഇത്ര ഓപ്പൺ ആയിട്ട് എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സൃഷ്ടി, ഞാനിപ്പോ വരാമേ. സൃഷ്ടി, എനിക്ക് നിന്നോടൊരു താങ്ക്സ് പറയണമായിരുന്നു. താങ്ക് യു. അതെന്തിനാ പറയുന്നേ? ആ ദിവസം നീ എന്നെ എത്ര പരിപാലിച്ചു. ഞാനന്ന് റോഡ് വീണ് പിടയുകയായിരുന്നു. അപ്പൊ നീ എനിക്ക് തുണയായി, എന്നെ ഹെൽപ്പ് ചെയ്തു, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാം എനിക്ക് നന്നായി ഫീൽ ചെയ്തു. നോക്കൂ, അന്നത്തെ ദിവസം ഞാൻ KG കുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്തത്. ഓൾമോസ്റ്റ് കരയാൻ തുടങ്ങിയതാണ് ഞാൻ. ഇല്ലല്ലോ. നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാന്ന് പറയരുത്. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അന്ന് കരയാൻ തുടങ്ങുകയായിരുന്നു. കണ്ണില് കണ്ണീര് വരുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ല. തന്നെയുമല്ല, നീ ഇപ്പോഴും എന്നോട് താങ്ക് യു പറഞ്ഞില്ല. ഞാൻ എന്തൊരു മര കഴുതയാണ്, അതന്ന് പറയാൻ വിട്ടുപോയി. Stupid of me. എന്താ 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 പറ്റിയത്? നീ ലേറ്റ് ആയിട്ടും മനസ്സിലാക്കിയില്ലല്ലോ. നീ ഇപ്പോഴും എന്നോട് താങ്ക് യു പറഞ്ഞില്ല. താങ്ക് യു. ആ ദിവസം നീ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ലിറ്ററലി മീൻസ് എ ലോട്ട്. യു ആർ വെൽക്കം.
സൃഷ്ടി സൃഷ്ടി, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. ചോദിക്കേ. ആ ദിവസം ഞാൻ നിന്റെ വീട്ടിലായിരുന്നപ്പോ സാറിൽ ആന്റി വളരെ ദേഷ്യത്തിലായിരുന്നു. ആന്റി നിന്നെ എന്നെ നമ്മളെ രണ്ടുപേരെയും Just relax. അത് സോറി, ടെൻഷൻ ആയതുകൊണ്ട്. ഇറ്റ്സ് ഓക്കെ സൃഷ്ടി. ഇന്ന് ഞാൻ നിന്നോട് ചോദിക്കില്ല നീ എൻ്റെ കൂടെ വേണമെന്ന്. കാരണം ഇന്ന് എന്നെ ആരും വഴക്ക് പറഞ്ഞിട്ടില്ല. നീ ഒന്നാം നമ്പർ ബട്ടനാ. അതിലെങ്കിലും ഞാൻ നമ്പർ 1 ആണല്ലോ. അത് പിന്നെ സീരിയസ് ആയിട്ട് ചോദിച്ച ആ ദിവസം ഞാൻ പോയതിനു ശേഷം സർലാൻഡി വളരെയധികം ദേഷ്യപ്പെട്ടോ നിന്നോട്? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ? ഓക്കെ ആയിരുന്നു. എപ്പോഴാണോ നിനക്ക് സമീറിനെ കാണാൻ കഴിയാത്തത് അപ്പോഴെല്ലാം നിന്റെ കണ്ണുകൾ അവനെ തേടിക്കൊണ്ടിരിക്കും. അതുപോലെ സമീർ നിന്നെ നോക്കുമ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടാവും. ഒരു മിനിറ്റ്, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? പറയുന്നേ. വേദന എടുക്കുന്നു. വേദനിക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ മുറിഞ്ഞില്ലേ? മാർക്ക് പോയി, പക്ഷെ വേദന എടുക്കുന്നു. നീ ഈ വേദന പറ്റിയാണോ സംസാരിക്കുന്നത്? സമീർ വേറൊരു ടൈപ്പ് ഓഫ് വേദനയില്ല, എന്തൊക്കെയോ തോന്നുന്നു. മറ്റേതോ? അത് വിട്ടേക്ക്. എനിക്ക് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാവുന്നില്ല, എന്നിട്ടാ നിന്നോട് ചോദിക്കുന്നത്. പിന്നെ ശരിയാക്കിയാ മതി. ഓക്കെ മറക്കരുതേ. നീ ഇതെന്താ ഈ കാണിച്ചത്? എന്റെ മുടി മുഴുവൻ കുളവാക്കി. എന്താണെന്ന് ചോദിച്ചാ എല്ലാത്തിന്റെ ഉത്തരം ഞാൻ തന്നെ തരണോ? സ്വന്തമായിട്ട് കുറച്ചൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നേ എന്റെ മന്ദബുദ്ധി. മന്ദബുദ്ധി? ഈ പെണ്ണിന് ശരിക്കും ഭ്രാന്താണ്. അതിനിടയിൽ എന്റെ മുടിയും കുളവാക്കിയിട്ട് പോയി. കിരൺ ചേട്ടനെ കണ്ടുപിടിക്കണം. ഇനി ചേട്ടന്റെ കയ്യിൽ നിന്ന് വാക്സ് വാങ്ങി എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ പെൺകുട്ടി ഫാസ്റ്റ് പറ്റൂ? എനിക്ക് ഈ ഡ്രിങ്ക് വളരെ അത്യാവശ്യമാണ്. ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ഈ ഡ്രിങ്ക് അത്യാവശ്യമാണ്. ഐ നീഡ് എ ഡ്രിങ്ക്. പക്ഷെ എന്റെ വീട്ടുകാരെങ്കിലും കണ്ടാലോ? എന്തോ ആയിക്കോട്ടെ, എനിക്ക് കുടിച്ചേ പറ്റൂ. ഈ സ്റ്റുപ്പിഡ് പ്രീത പൃഥ്വിയോടൊപ്പം നിൽക്കുന്നത് പോലും ആലോചിക്കാൻ വയ്യ. ഹേ യു, ഇത് വിട്. ഇതെന്റെ ഡ്രിങ്കാണ്. എന്റേതായ സാധനങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കണ്ട. ലീവ് ഇറ്റ് റൈറ്റ് നൗ. ഈ ഡ്രിങ്കിൽ ആദ്യം കൈവച്ചത് ഞാനാ, മനസ്സിലായി നിനക്ക്? അപ്പൊ നിനക്കെന്താ വേണ്ടത്? നിന്റെ കൈ ഞാൻ അടിച്ചു പൊളിക്കണോ? പക്ഷെ ആദ്യം നീ ഒരു കാര്യം പറയും. ഇത്രയും വലിയ പാർട്ടിയിൽ നിന്നെ ആരാ വിളിച്ചത്? ഗേറ്റ് ക്രാഷ് ചെയ്തല്ലേ നീ? സോറി. നിന്റെ അറിവിന് വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഈ വലിയ പാർട്ടിയിലുണ്ടല്ലോ, എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതാ, അതുകൊണ്ടാ ഞാൻ വന്നത്. റിയലി? എങ്കിൽ എനിക്കൊന്നും അറിയണമല്ലോ അത്ര വലിയ മന്ദബുദ്ധി ആരാന്ന്. അത് നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം നിന്നെ പോലുള്ള ലോ ഗ്രേഡഡ് പെണ്ണ് നമ്പ്യാർ ഫാമിലിയുമായി കണക്റ്റഡ് ആവാൻ സാധ്യത. എന്താടി വൃത്തികെട്ടവളെ? മര്യാദയ്ക്ക് സംസാരിക്കണം. അയ്യോ, നീ എന്താ ഇവിടത്തെ മഹാറാണിയാണോ? നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ മാത്രം? അതോ ഇനി നീ എങ്ങാനും എന്റെ പൃഥ്വിയുടെ ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി ഒരു തവണ കൂടി എന്റെ പൃഥ്വി നിന്റെ പൃഥ്വി എന്ന് പറഞ്ഞ പൃഥ്വി എന്റേതാ, നിന്റേതല്ല. ഈ ദിവസം കഴിഞ്ഞ നിന്റെ വായിൽ നിന്ന് പൃഥ്വി എന്ന പേര് പോലും വരരുത്. ഓ റിയലി? പക്ഷെ ഞാൻ കേട്ടത് അവൻ ആ പഴഞ്ചൻ ടൈപ്പ്, അവളുടെ പേരെന്തായിരുന്നു? ആ, പ്രീതയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അപ്പൊ പിന്നെ അവൻ നിന്റേതെങ്ങനെയാവും? നീ
വെറുതെ നിന്റെ സമയം കളയുക യു ബ്ലഡി ടെമ്പററി ഗേൾഫ്രണ്ട്. ആ ചെല്ല് വല്ല കഴുതയും കണ്ടുപിടിച്ച് അവനെ കെട്ടിക്കോ. നിന്റെ ചെറിയ തലമുണ്ടയ്ക്ക് മനസ്സിലാകാൻ ഞാനൊരു കാര്യം പറയാം. ഇനി എന്റെയും പൃഥ്വിയുടെ റിലേഷൻഷിപ്പിനെ ഒരിക്കലും നീ ചോദ്യം ചെയ്യരുത്. പൃഥ്വി എന്റേത് തന്നെ, എന്റേത് മാത്രമായിരിക്കും. ഓ റിയലി? അപ്പൊ പൃഥ്വി നിന്റെയാണ്? നീ മാനസിയെ ചാലഞ്ച് ചെയ്യാണ്? അങ്ങനെയാണെങ്കിൽ നോക്കാം ആരാ ജയിക്കുന്നതെന്ന്. ഇനി നിനക്കെന്റെ പൃഥ്വിയും കിട്ടില്ല, ഈ ഡ്രിങ്കും കിട്ടില്ല. മനസ്സിലായോ നിനക്ക്? ഈ പെണ്ണത് ആരോടെ കത്തി വെക്കുന്നേ? ആ സമയത്ത് അവൾക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോയിക്കൂടായിരുന്നോ? എന്റെതെന്താണോ ഞാൻ അത് ആർക്കും കൊടുക്കാറില്ല. അത് ദാനമായിട്ടാണെങ്കിലും അല്ലെങ്കിലും. മനസ്സിലായോ നിനക്ക്? ഇടി നീ ആരോടെ സംസാരിക്കുന്നേ? ആ പൃഥ്വിയുടെ ഗേൾഫ്രണ്ടുമായിട്ട്, ആ വെള്ളപ്പാറ്റ മരക്കഴുതയായിട്ട്, എന്റെ ആ ജന്മ ശത്രു അവളുമായിട്ടാ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും നാണം കിട്ടവളാ അവള്. കണക്കിനും കൊടുത്തു ഞാൻ അവക്ക്. പൃഥ്വിയുടെ മേൽ അധികാരം കാണിക്കുകയായിരുന്നു, എന്റെ പൃഥ്വിയുടെ മേൽ. എന്നുവെച്ചാ കിരണാണോ ഇവളെ ഇൻവൈറ്റ് ചെയ്തേ? അവൻ എന്നെ കാണാൻ പാടില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പൃഥ്വിയുടെ ഗേൾഫ്രണ്ട് ഇവിടെ എങ്ങും ആരുമില്ല. കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ ഇവിടെ എങ്ങും ആരുമില്ല. അപ്പോ ഞാൻ ഗസ്റ്റ് റൂമിലേക്ക് പോട്ടെ? ആ താമസിക്കണ്ട, ചെല്ല്, ഗോ. ആരായിരിക്കും പൃഥ്വിയുടെ ഗേൾഫ്രണ്ട്? ഇനി ആരായാലും എനിക്കറിയാം ആ പൃഥ്വി വളരെ മോശം വ്യക്തിയാണെന്ന്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നും എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? എന്ത് ചെയ്തിട്ടായാലും ശരി, പൃഥ്വിയുടെ ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിച്ച് പൃഥ്വിയുടെയും പ്രീതിയുടെയും കല്യാണം മുടക്കേ പറ്റൂ. ഞാൻ ഇപ്പോൾ വച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ക്ലൂ ഉറപ്പായിട്ടും കിട്ടും. അതുപയോഗിച്ച് ഞാൻ ഈ കല്യാണം മുടക്കിയിരിക്കും. ആ വൃത്തികെട്ട മരയോന്തിന് പ്രീതിയെ പോലൊരു നല്ല പെണ്ണിനെ ഒരിക്കലും കിട്ടാൻ പാടില്ല. പൃഥ്വി, നീ സത്യത്തിൽ നല്ലതുപോലെ ഡാൻസ് കളിച്ചു. നീ വളരെ ടാലന്റഡാ. താങ്ക്സ്. ഇപ്പോ ഇത് എന്റെ തന്നെ ബാഡ് ലക്ക് ആണല്ലോ, നീ എന്റേതാകാത്തത്. നോക്ക്, തെറ്റ് എന്റേത് തന്നെയാ. ഞാനല്ലേ നിന്നോട് ബ്രേക്കപ്പ് ചെയ്തത്. അപ്പോ പിന്നെ എനിക്ക് അതിന് ശിക്ഷ കിട്ടേണ്ടതല്ലേ? പിന്നെ അതിന്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാ ജീവിതകാലം മുഴുവനും ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. നോക്ക് മനസ്സി, ഇറ്റ് വാസ് എ തിങ് ഓഫ് ദ പാസ്റ്റ്. നമ്മുടെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതെല്ലാം മറന്നേക്ക്. ബിക്കോസ് ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഐ എം റിയലി സോറി പൃഥ്വി. ഇറ്റ്സ് ഓക്കേ. പൃഥ്വി, മൈ ഹെഡ്. മനസ്സി, ആർ യു ഓക്കേ? ആർ യു ഫൈൻ? ഐ എം നോട്ട് പൃഥ്വി. മനസ്സി എന്താ പറ്റിയേ? മനസ്സി എന്താ തോന്നുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങ് വാ. വാ, ഇവിടെ ഇരിക്കെ, സമാധാനം ഇരിക്കെ. ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഞാൻ ഇപ്പോ തന്നെ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഇനി ഇവളെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഗസ്റ്റ് റൂമിലേക്ക് എത്തിച്ചേ പറ്റൂ. യെസ്, ക്യാമറയുടെ തെളിവ് എന്തായാലും കിട്ടും. പക്ഷേ അതിനേക്കാൾ പവർഫുൾ ഇവളെ നേരിട്ട് കാണുന്നതാവും. വാട്ട് എ പ്ലാൻ കിരൺ. ഹായ്, എന്താ? ഒന്ന് വന്നേ എന്റെ കൂടെ. ഹലോ, എനിക്കിങ്ങനെ ഓർഡർ തരാനായിട്ട് നീ എന്റെ ആരാ? അത് മാത്രമല്ല, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല. നിക്ക ഈ ആറ്റിറ്റ്യൂഡ് നിനക്ക് ആരാട്ടി പഠിപ്പിച്ചെന്നെ? ഒരുപാടായി കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ നിന്നെ എന്തെങ്കിലും ടൈം പാസിനോ വെറുതെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നതല്ല. ഒരു ജോലിയുണ്ട്. എന്നോട് ടൈം പാസ്, വെറുതെ എന്നുള്ള വാക്കുകൾ എന്ത് ധൈര്യത്തിലാണ് നീ ഉപയോഗിക്കുന്നത്? ഒരു മിനിറ്റ് അടി, നീ കുറെ നേരം ചലക്കാ. എന്റെ ടൈം നീ വെറുതെ കളഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, ഇന്നലെ രാത്രിയാണെങ്കിൽ നീ എന്റെ ഫോൺ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടിയിരിക്കായിരുന്നു. നിനക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്റെ 2 ഫോൺ എന്റെ കൈ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഫോൺ എന്റെ കൈ തന്നെ ഉണ്ട്. ദാ, ഇത് പുതിയതും, ഇത് പിന്നെ വേറൊന്ന് എവിടെ? വാ, കാണിച്ചു. അത് ശരി, എനിക്ക് നിന്റെ സാധനങ്ങൾ കാണാൻ യാതൊരു താല്പര്യവും ഇല്ല. അല്ല, നീ എന്താ വിചാരിക്കുന്ന മിസ്റ്റർ ലൂസർ നമ്പ്യാർ? ഞാനത് കീ കൊടുക്കുന്ന പാവയാണെന്നോ? അല്ല, കീ കൊടുത്താൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങും, കീ കൊടുത്താൽ ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങും, കീ കൊടുത്താൽ നിന്റെ പുറകെ വരുമെന്നോ? ടിക് ടോക്ക് എന്ന് പറഞ്ഞിട്ട് നെവർ. എടി,
ഹേ ദിസ് ഇസ് നോട്ട് ഫെയർ. ഓക്കെ, ഞാൻ നീ പറഞ്ഞ എല്ലാം സമ്മതിക്കാം. നീ എന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമിക്കുകയും ചെയ്യാം. എക്സ്ക്യൂസ് മീ, അന്ന് എന്നെ വണ്ടി വെച്ച് നീ വെറുതെ എന്നോട് ഷട്ടപ്പ് എന്ന് പറഞ്ഞു. എന്നോട് അങ്ങനെയൊന്നും ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതിന്റെ ശിക്ഷ ഉറപ്പായിട്ട് നിനക്ക് കിട്ടും പെണ്ണെ. ശിക്ഷയോ? നീ എന്നെ ശിക്ഷിക്കുമെന്നോ? അതിനർത്ഥം നീ എന്നോട് പ്രതികാരം ചെയ്യുന്നല്ലേ? അല്ല, നീ എന്ത് പ്രതികാരം ചെയ്യാനാ? എനിക്ക് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാം ചേർത്ത് നിനക്ക് പണി വരാതെ നോക്കിക്കോ. നീ എന്താ ഇന്ന് ചെയ്തത്? എന്നെ ഡാൻസ് ഫ്ലോറിൽ തള്ളിയിട്ടില്ലേ? എനിക്ക് നന്നായി അറിയാം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അതായത് ഞാൻ താഴെ വീഴട്ടെ, അപ്പൊ എല്ലാവരും കാണട്ടെ, എന്നെ നോക്കി ചിരിക്കട്ടെ, അതല്ലേ? ഇപ്പൊ ചിരിച്ചില്ലേ? പക്ഷെ ഒരു കാര്യം നീ ആലോചിച്ചില്ല, ഞാനാണ് ഡാൻസിൽ നിന്നെ സഹായിച്ചെന്ന്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് നിന്നെ അഭിനന്ദിച്ചത്. അതിനു പകരം നീ എനിക്ക് എന്താ ചെയ്തേ? മിസ്റ്റർ ലൂസൻ നമ്പ്യാർ, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഒരു ധൈര്യ അഭിമാനം പോലും ബാക്കി കാണില്ല. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലേ നമ്മുടെ ഇടയിൽ ഈ സൗഹൃദ ബന്ധം ഉണ്ടല്ലോ, താമസിയാതെ അതൊരു ശത്രുതയായി. ഓ ഹലോ, ഇതുവരെ നീ വളവളാന്ന് എന്റെ കുറവുകൾ മാത്രം പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ശത്രുത്തെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നേ. വല്ലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൂടെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക, പക്ഷെ അത് ചെയ്യില്ല. എല്ലാം നീ നിന്റെ തോന്നിയ പോലെയല്ലേ ചെയ്യൂ. വീട്ടുകാർ പറയുന്നത് കേൾക്കില്ല, ഞാൻ പറയുന്നത് കേൾക്കില്ല. റൈറ്റ്? ഞാനൊരു നല്ല പയ്യനാ പെണ്ണെ, ഞാനൊരു ഡീസന്റ് വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. പിന്നെ അതിന് 3 കാരണമുണ്ട്. ബിക്കോസ് മൈ മോം ലൈക്സ് യു, മൈ ഗ്രാൻഡ് മാ ലൈക്സ് യു, ആൻഡ് ഐ ലൈക്ക്. മൂന്നാമത്തെ കാരണം എന്താ? എന്താണോ പറഞ്ഞു തുടങ്ങിയത് അത് പറഞ്ഞു തീർക്ക്. ഞാനിപ്പോ പറയാൻ വന്നത് കണ്ടിന്യൂ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല. ബിക്കോസ് ഐ ലൈക്ക് മൈസെൽഫ് ടു മച്ച്. ഞാൻ എത്ര നല്ല ഹൃദയമുള്ളവനും വിശാല മനസ്കനുമാണെന്നറിയോ? ഒരാളെ വേദനിപ്പിക്കാനോ അയാളുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കാനോ എനിക്ക് പറ്റില്ല. നിന്നെ പോലത്തെ പോത്തിനോട് വേദം ഓതിട്ട് ഒരു കാര്യവുമില്ല. സത്യം എന്താണ് പറയട്ടെ ഞാൻ. അതായത് സത്യം ഇതാണ്, ഞാൻ വളരെ നല്ലവളും വളരെ നീറ്റും ആയൊരു പെൺകുട്ടിയാണ്. എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടം, സത്യമായിട്ടും. പക്ഷെ നിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ നിന്റെ ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അതിൽ കുറച്ച് എനിക്ക് കൂടെ കിട്ടും. അങ്ങനെ ഞാൻ ഒരു വൃത്തിയുടെ ആളാവും. നീ തിരിച്ചാടി പറയണ്ടേ? നീയുമായിട്ട് സമ്പർക്കമായ ശേഷം നിന്റെ വൃത്തിയുടെ സ്വഭാവം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ കള്ളം പറയുന്ന എന്തിനാ നീ? ഒന്ന് വാ പെണ്ണ എന്റെ കൂടെ വാ. ഇങ്ങോട്ട് വരുന്നില്ല, മനസ്സിലായോ? നീ വേണമെങ്കിൽ നിന്റെ ന്യൂലി ഫോൺ ഗേൾഫ്രണ്ടിനെ കൊണ്ട് ചെല്ല്. ചുമ്മാ കൈയും കാലും കൊണ്ട് സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുവായിരുന്നില്ലേ നീ? വാട്ട്?